അയ്യോ ഒരു മിനിറ്റ് സാറേ ഇപ്പൊ വരാം. ഇസ്മായില ഇങ്ങനെ തന്നെ നിക്കണോ അനക്ക് തോക്കില്ല ഷെയ്ക്ക, അനക്ക് തോക്കില്ല ഷെയ്ക്ക. അയ്യോ സോറി. സാറേ ഞാൻ ഷുക്കൂർ അല്ലല്ല നമ്മള് ഇതാക്കിട്ടല്ലോ ഷെയ്ക്ക, നമ്മള് റോബറി ചെയ്തിട്ടല്ലോ. ഇവനാരാ? ഇതാരാള്? എടാ എനിക്ക് ഗണ്ണില്ല. ഗണ്ണ് ആ പിസ്റ്റൾ. ആ പറയൂ. ഹലോ സാറേ പെരീക്ക് പെട്ടെന്ന് വരാൻ പറഞ്ഞോ, ഇന്നെ കൊണ്ടോ. സാറേ നമ്മളെ സാറേ ഞാൻ ഷുക്കൂർ ഉള്ളില് പോ. അവിടെ ബാക്കിൽ വേറെ ഒരാളുണ്ട്. ഇതെന്താ ചെയ്യണ്ടേ ഞാന്? ഓ പൈസ ഇത് എങ്ങനെ എടുക്കല്? പൈസ എങ്ങനെ എടുക്കല്? ഈയോ ആ ഓക്കെ ഫുള്ള് ഞാൻ എടുക്കുന്നുണ്ട്. ഫുൾ പൈസ ഞാൻ എടുക്കുന്നുണ്ട്. ഒരു 10 കോടി ആയി ഇതിപ്പോ. നീ എന്താ ചെയ്യുന്നത്? ഇതിന്റെ ഉള്ളിലും പൈസ ഉണ്ട്. പൂട്ട് പെട്ടെന്ന് തുറക്ക്. പെട്ടെന്ന് ഫുൾ പൂട്ട് തുറക്ക്. ഗോൾഡ് എവിടെ? ആ ഇതിന്റെ ഉള്ളിൽ ഗോൾഡ് കാണുന്നുണ്ട്. പെട്ടെന്നായിക്കോട്ടെ. തുറക്ക്. ഞാൻ ഇതിപ്പോ തീരും. എന്റെ പൈസ ഇപ്പൊ മൊത്തം എടുത്ത് കഴിയും. അപ്പൊഴത്തേക്ക് നമുക്ക് ഗോൾഡ് എടുക്കാൻ പറ്റണം. ഓക്കെ. ഇതെന്താ പെട്ടെന്ന് വാരിയിടാൻ പറ്റുന്നില്ലല്ലോ? ഇത് സ്പീഡാക്കാൻ വയ്യണ്ട. അല്ല പുറത്തുള്ളത് ആരാ? അതെന്താ പോലീസാണോ? അതെന്താ അപ്പൊ നമ്മളെ പിടിക്കൂലേ? അല്ലല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നീ ഈ പൈസ മൊത്തം നീ എടുക്ക്. ഇപ്പുറത്തുള്ള പൈസ മൊത്തം എടുക്ക്. പുറത്ത് പോലീസാണോ ഉള്ളത്? അതെടുക്ക്. താരക്ക് മോതിരം കൊടുക്ക്. ഡയമണ്ടിന്റെ തന്നെ നോക്ക്. ഡയമണ്ടിന്റെ അതല്ല, പുറത്ത് പോലീസ് ഉണ്ടെങ്കിൽ നമ്മളെ പിടിക്കോ? ഇല്ല. ഓക്കെ. അപ്പൊ പോലീസുകാർ ഉള്ളിലേക്ക് വരൂല? ഇല്ല. ഓക്കെ. അതെന്താ പുറത്തെന്താ സംസാരം കേൾക്കുന്നത്? പോലീസ് സംസാരിക്കുന്നയാ. പോലീസ് പല രീതിക്ക് നമ്മളെ വീഴ്ത്താൻ നോക്കും. വീഴരുത്. ഓക്കെ. എന്റെ പേര് ഷുക്കൂർ എന്നല്ലേ? നെക്ലസ് കിട്ടിയ? ഓക്കെ. ഇത്രയും മതി തൽക്കാലം. ഇത്രയും മതി അല്ലേ? പണി കിട്ടും എന്നൊക്കെ തോന്നുന്നു. ഇത് ഉള്ളതും കൊണ്ട് ഓടാ. ബ്ലേക്ക് ഉള്ളതും കൊണ്ട് ഓടാ. ഞാൻ പുറത്ത് പോയിട്ട് നോക്കിട്ട് വരുന്നു. സീൻ എന്താന്ന് നോക്കിട്ട് വരുന്നു. നമുക്ക് പേടിയാന്ന്. ഒരു മിനിറ്റ് ഞാൻ നോക്കിട്ട് വരുന്നു. ഷെയ്ക്ക കുറച്ച് ഗോൾഡും കൂടി എടുക്കാണ്ട്. ഇപ്പൊ എടുക്കൂ. ഒരു മിനിറ്റ്. എന്തായി? പൊട്ടിച്ചോ? ഇത് ഞാൻ ഗോൾഡ് എടുക്കണോ ക്യാഷ് എടുക്കണോ? ബ്ലേക്ക് ഗോൾഡ് എടുക്കണോ ക്യാഷ് എടുക്കണോ? കോയാന്നോ എന്റെ പേര്? കോയാന്നോ പേര്? ഓക്കെ. കോയ. അയ്യോ അപ്പൊ ഞാൻ ഷെയ്ക്ക് എന്നാ വിളിച്ചേ? കോയ. ഓക്കെ. മനസ്സിലായി. എടാ നെക്ലേസ് കിട്ടിയോ? നെക്ലേസും റിങ്ങും പരിപാടിയെല്ലാം കിട്ടിയോ? നെക്ലേസും റിങ്ങും എല്ലാം കിട്ടിയോ? ഓക്കെ. ഇതിപ്പോ ഞാൻ ഇപ്പൊ ഗോൾഡ് ഇപ്പൊ എടുക്കും. എന്നിട്ട് നേരെ വിടാം. കോയ. ഓക്കെ മനസ്സിലായി. കോയ. സാധനങ്ങളെല്ലാം എടുത്തേ. നീ ഇതെടുത്തോടെ പോകാൻ പറ്റുമോ? നീ ആ പൈസ എടുക്ക്. എനിക്ക് ഇത്ര എടുക്കാൻ പറ്റുമെന്ന് കേട്ടാ. എനിക്ക് ഇത്ര എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ. ബാക്കി നീ എടുക്കും. ഓക്കെ. ഇതാരാള്? ഒരു മിനിറ്റ്. ഇതെന്താ?
കോയ കോയ മിസ്റ്റർ കോയ ലക്കി ഓനെ ഗണ്ണൈമിൽ നിർത്തൂ കോയക്കുട്ടി ഹലോ കോയ ഞാൻ ഇപ്പൊ മൊത്തം എടുത്ത് സ്വർണ്ണവും സംഭവം മൊത്തം എടുത്തിട്ടുണ്ട് ആ ഇല്ല നമ്മളിപ്പോ ഇത് മൊത്തം എടുത്ത് ഏത് ഗോൾഡും പരിപാടി സാധനങ്ങളെല്ലാം മൊത്തം എടുത്തിട്ടുണ്ട് ആ ഇവനെ കുര്യാക്കോസ് എന്ന് വിളിക്കും ഇവനെ കൊല്ലു ഇസ്മായിലിനെ കൊല്ലു എന്ന് പറഞ്ഞാൽ മതി അല്ല ഞാൻ സംസാരിച്ചോളാം മാറി അങ്ങോട്ട് എന്നാലേ അവിടുന്ന് നടക്കാൻ പറ്റും അല്ല കേക്കല്ലേ ഞാൻ ശുക്കൂർ എന്റെ പേര് ശുക്കൂർ സാറേ നിങ്ങൾ അകത്തേക്ക് വന്നാൽ സീൻ മാറും അകത്തേക്ക് വന്നാൽ സീൻ മാറും പുറത്തേക്ക് സീൻ കാണാനും കേൾക്കാനും പറ്റുന്നില്ല ഇത് സൗണ്ട് പ്രൂഫ് റൂമാ സാറേ ഞാൻ എന്താ കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ കാര്യം പറയാം ഓക്കെ സാറേ എന്താന്ന് വെച്ചാൽ ഇസ്മായിലിനെ നമ്മൾ തട്ടിക്കളയും ഇസ്മായിൽ ഈ നീല ടീഷർട്ട് ഇട്ടെ ഇവൻ നമ്മളെ കൂടെ വന്നേനെ ഇവനെ തട്ടിക്കളയും ഇവനെ എന്റെ പേര് ശുക്കൂർ സാറേ എന്റെ പേര് ശുക്കൂർ എന്നാണ് അല്ല ശുക്കൂർ ഞാൻ പറയുന്ന ഒന്ന് സാറ് ഒന്ന് ഇതായിട്ട് കേക്ക് സാറേ നമ്മളിപ്പോ ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ അനുവദിച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ ഇവനെ ഇസ്മായിലിനെ നമ്മൾ കൊല്ലും അപ്പൊ നമ്മള് പോട്ടെ ഇടുന്നു എന്തിനു വെയിറ്റ് ചെയ്യുന്നത് സാറ് പറഞ്ഞ അവരെ മനസ്സിലാക്കണം അല്ലെങ്കിൽ സാറിനെയും നമ്മൾ തട്ടും ഇതാണ് സാറേ നമ്മളെ ഡിമാൻഡ് നമുക്ക് ഇവിടുന്ന് പുറത്തു കിടക്കണം എന്റെ വണ്ടിയാണ് അത് എടുത്തു പോവാൻ അയക്കല്ലോ വണ്ടി കയറിക്കോ ഞാൻ എന്റെ ഓഫീസറിനോടൊന്ന് സംസാരിച്ചോട്ടെ ഓവർ അപ്പൊ എന്താ ചെയ്യണ്ടേ ഡിമാൻഡ് പറയാണ് നമ്മള് ചങ്ങായില്ല എടാ എന്നാ വേറെ ആരെങ്കിലും ഡിമാൻഡ് പറ ഞാൻ പറയുന്ന അവർ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്ന് തോന്നുന്നു വേറെ ആരെങ്കിലും ഡിമാൻഡ് പറ പോയി പറയട്ടെ ഒരു മിനിറ്റ് പറ ഞാൻ പറയട്ടെ അല്ല കോയക്കുട്ടി അല്ല ശുക്കൂർ എന്താ ചെയ്യണ്ടേ ഇതെന്താ നമ്മളിവിടെ പ്രശ്നം ഇതിപ്പോ എന്താ ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാവുന്നില്ല കുര്യൻ ഡിമാൻഡ് സംസാരിക്കും എടാ എന്നാ പോയിട്ട് ഡിമാൻഡ് സംസാരിക്കും അല്ല നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണ്ടേ ഞാൻ ചോദിക്കുന്നത് രക്ഷപ്പെടണ്ടേ ഗണ്ണൈമിൽ നിർത്തിയാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ ഓ അങ്ങനെ ഉണ്ടല്ലോ ഓക്കെ മനസ്സിലായി ആ ഗണ്ണെടുക്കാം മണിക്കൊന്നും വെക്കല ആകെള്ളതാ കല്യാണം കഴിച്ചാ ബാണ്ടേ മനസ്സിലായി പിന്നെ 20 ചേർന്നേ ഞാൻ നല്ല അഭിനയിച്ചിട്ടുണ്ട് ഇത് പൈസ തരും ഡോണ്ട് വറി പൈസ തരാം വാട്ടർ വെള്ളം കുടിക്കട്ടെ വരൂ ബാബാ നീ ബാ ഗണ്ണൈം സാറേ ഞാൻ ഇവനെ ഗണ്ണൈം ചെയ്ത് നിർത്തിയിട്ടുള്ളത് ഇവര് 20% തരാ പറഞ്ഞോ ഞാൻ ഓലപ്പം പോട്ടെ ഡിമാൻഡ് പറ ഹയർ ഓഫീഷ്യൽസ് ഹയർ ഓഫീഷ്യൽസ് വന്നിട്ടുണ്ട് നോ സ്പൈക്ക് നോ ട്രാക്കർ 3 minutes ഫിറ്റിംഗ് ടൈം 30 സെക്കൻഡ് കൂൾ ഡൗൺ നോ സ്പൈക്ക് നോ ട്രാക്കർ 3 minutes ഫിറ്റിംഗ് ടൈം ഒരു ഡിമാൻഡ് കൂടെ ഞാൻ പറയട്ടെ പറ പീഡി ബാക്കിന്ന് വരട്ടെ പിന്നെ അതിനെക്കാട്ട് നല്ലതല്ലേ സാറേ ഇസ്മായിൽ എന്ന് പറഞ്ഞാ ഇവിടെ ഇസ്മായിൽ എന്ന് പറഞ്ഞാൽ സാറേ ഒരു ഹൈ എൻഡ് പുള്ളിയാണ് അതാ പറഞ്ഞ ഇവൻ എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർക്ക് അത്രയും ഉപകാരം ചെയ്ത് കൊടുക്കുന്ന ഒരുത്തരാണ് ബീച്ചിലെല്ലാം ചോദിച്ചാൽ അറിയാം സാറിന് അത്രയും കൊണ്ടുവരടിക്കുന്ന ആളാ ഇതിന്റെ ഒരു തൊള സ്റ്റോറി ഉണ്ട് ഞാൻ വർത്തമാനം പറയാൻ പറ്റില്ല വാട്ടർ വെള്ളം വേറെ എന്തെങ്കിലും ഉണ്ടോ ഹലോ എല്ലാരും വെള്ളം കുടിച്ചിട്ട് ചോദിച്ചോക്കെ
എടാ അല്ലെങ്കിൽ ആരെങ്കിലും തല കറങ്ങി പോകാൻ ഇവിടെ സാധ്യതയുണ്ട്. ഗണേഷ് സാറേ ആ. സാറോട് നിന്നോ, മറ്റേ വണ്ടിയുടെ കീ എന്റെ ഇല്ല, അത് ഞാൻ എടുത്തോളാം. എടാ ഞാൻ എടുത്തോളാം, ആ വണ്ടി ഞാൻ എടുത്തോളാം. എടാ വെള്ളം ഉണ്ടാ? വെള്ളം ഉണ്ടാ ആരുടെ കയ്യില്? അത് നീ ഞാൻ- സാറേ വെള്ളം ഉണ്ടാ? വെള്ളം കുടിക്കാൻ? ഷമീർ ആരാടാ? ഗണേഷേ, എന്റെ മാമനാ. ശുക്കൂർ അല്ല, സാറേ വെള്ളം ഉണ്ടാ കുടിക്കാൻ? വെള്ളം ഓ തരാലോ, മണ്ട അവിടെ പോയി ചോദിച്ചോ. തരാലോ. സാറേ വെള്ളം വെള്ളം സാറേ യോ, sorry. ഇസ്മായിൽ get in. സാറേ സാറ് കുടിക്കാനല്ല എനിക്ക് തരാനാ പറഞ്ഞേ. Get in. സാറിനോട് തരാലോ, വെള്ളത്തും വെള്ളം തരും. കലക്കി ആ കൊടുക്കാം. കിട്ടി എനിക്ക് വെള്ളം വേണോ? ആ ഇതാകുന്നില്ലല്ലോ. സാറ് വെള്ളം കുടിച്ചിട്ട് ആകുന്നില്ല, വയറും അറിയുന്നില്ല. ഒന്നുകൂടെ തരാം സാറേ, ഒന്നുകൂടെ തരാം. അങ്ങനെ തുറക്കുക. കുടിച്ചോ. കിട്ടില്ല? ഇല്ല ഞാൻ ഒന്നുകൂടെ. കിട്ടുന്നില്ല. ഒരു മിനിറ്റ്. കിട്ടില്ല? ഇല്ല ഞാൻ ഈ കോള നിക്കുന്നുണ്ട്, പക്ഷെ കുടിക്കാൻ പറ്റുന്നില്ല എനിക്ക്. കിട്ടില്ല? ഇല്ല ഫുള്ളാണോ? ഫുള്ളില്ല, വെള്ളമില്ല, ഒന്നുമില്ല, വെള്ളമൊന്നുമില്ല. ഇങ്ങോട്ടൊന്ന് അവിടെ കുപ്പിയിൽ വെള്ളം ഉണ്ട്, ഇങ്ങോട്ട് തരാം. വാ. ആ വാ ഓടിക്കുവാണെങ്കിൽ ഫുള്ള് വേണേ. ഇങ്ങോട്ട് ഇവിടെ ഉണ്ട്. കൊണ്ടുപോകരുത് ആ. സാറേ. ഓക്കെ സാറേ, നിങ്ങൾ ഇറങ്ങിക്കോളൂ. വെള്ളം സാറ് വെള്ളം 15 മിനിറ്റ്സ് കൂൾ ഡൗൺ, നോ ട്രാക്കർ, നോ സ്പൈക്ക്. ഓക്കെ, ഇതൊക്കെയാണ്. നോ 15 സെക്കൻഡ്സ്. ഓക്കെ 15 സെക്കൻഡ്സ്. സാറേ വെള്ളം തരാം. ഈ വെള്ളം എന്ത് തരാൻ പറ്റാത്തേ? സാറ് വെള്ളം ഞാൻ നിക്കി, പക്ഷെ വെള്ളം കിട്ടുന്നില്ല. നിങ്ങൾ എന്താ പറയുന്ന? സാറ് വെള്ളം എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ കോള ഞാൻ നിക്കി യൂസ് ചെയ്യാൻ നിക്കി സാറ്, പറ്റുന്നില്ല, കിട്ടുന്നില്ല. ഒന്നൂടെ സാറേ ഞാൻ കൊറേ ശ്രമിച്ചു സാറേ. ഒന്നൂടെ ഞാൻ തരുന്നുണ്ട്. അതെന്താ? മിസ്റ്റർ ആ ഇപ്പൊ കിട്ടിയെന്ന് തോന്നുന്നു. ആ കിട്ടി സാറേ, കിട്ടി. ആ, പക്ഷേ വണ്ടിക്ക് ഇറക്കോളൂ. ഏത് വണ്ടി? വെള്ളം ഞാൻ ഒന്ന് കൊടുത്തിട്ടെ, വെള്ളം കൊടുത്തിട്ടെ. നിങ്ങൾ വണ്ടിക്ക് ഇറക്കി. ആര്? ഞാനോ? വെള്ളം അല്ലല്ല, അവര് സാറിന് വെള്ളം വേണ്ട, അല്ലെങ്കിൽ ചത്തൂല്ലേ? ആ അതെ, പക്ഷെ എന്റെ വെള്ളം കിട്ടുന്നില്ല സാറേ. വെള്ളം തീർന്നോണ്ട് കുടിക്കാൻ പറ്റുന്നില്ല. ആ ശുക്കൂർ. അല്ല ഇല്ല. അയ്യോ സാറേ തമാശ കളിക്കല്ല പ്ലീസ്. എന്നെ വെറുതെ വിട് സാറേ, വെറുതെ വിട് സാറേ. ഒരുമാതിരി നക്കിത്തരം കാണിക്കരുത്. നിന്റെ കൂടെ ഉള്ളവർക്ക് നിങ്ങളുടെ വേണ്ട. ഓക്കെ, അവന്മാരെ ഹോസ്റ്റേജിലേക്കുള്ള തെറ്റ് പോയി. ബാ കൂടാ സാറേ ഞാനല്ല, ഉസ്മാനാണ് ഇതിന്റെ ആള്. ഉസ്മാനും ഷെയ്ക്കും ഞാനല്ല. അല്ല സോറി, ഉസ്മാനല്ല, കോയയും അഹമ്മദ് കുട്ടിയും ലക്കിയും ഇവരാണ് ഇതിന്റെ ആള് സാറേ. ഏതൊക്കെ അഹമ്മദ് കുട്ടിയും? സാറേ പ്ലീസ് എന്നെ വെറുതെ വിട്, തമാശ കളിക്കരുത് പ്ലീസ്. ഞാൻ വെള്ളം ചോദിച്ചിട്ട് വന്നല്ല സാറേ, പ്ലീസ്. വെള്ളം തരാ, നല്ലപോലെ തരാ. എടാ ബാക്കിയുള്ളവരെ ചേച്ചത് പിടിക്കാൻ നോക്ക് എങ്ങനെങ്കിലും. സാറേ ഇതിപ്പോ എന്താ ഞാൻ എന്താ ചെയ്യണ്ടേ? ഇസ്മായിൽ എന്നെ പിടിച്ചടാ. സാറേ ഞാൻ ഹോസ്റ്റേജ് ആക്കും. സാറിപ്പ എന്റെ കയ്യിൽ കഫായിട്ടിരിക്കല്ലേ, ഇനി ഇവിടെ ഹോസ്റ്റേജ് ആക്കാൻ. സാറ് തമാശ കളിക്കരുത് സാറേ. എനിക്ക് പോയിട്ട് വേറെ പരിപാടി ഉണ്ട്. എനിക്ക് 15-ാം തീയതിയിലെ വേറെ പരിപാടി ഇല്ലേ. തമാശ കളിക്കരുത് സാറേ. ജയിലിലിടല്ല ബാബാ, ജയിലിൽ ഓനെ കൊണ്ടുപോയാ സാക്ഷിയാണ്, പുള്ളിയും കൂടെ കയറ്റിക്ക്. ഓന് 6 കൊടുക്കണം. 6 ഓനെ വേദനിപ്പിച്ചോ. ഇത് ഈർക്കിളി കയറ്റിയാ മതി. ഈർക്കിളി കയറ്റിയാ മതി. മതിയോ? ഓക്കെ സാർ ഇവിടെ ഇരുന്നോ, ഞാൻ പുള്ളി വന്നൊക്കെ. സാർ ഈ ഹാൻഡ്കഫ് ഒന്ന് ഒരു തരോ? ഒരു ജസ്റ്റ് ഒരു സെക്കൻഡേക്ക്. പേപ്പറാ എന്താ സാർ? കജ്ജു പൂട്ടിക്കണ എന്റെ കജ്ജു എന്നെ ഹാൻഡ്കഫ് ചെയ്തടാ. അപ്പൊ എന്താ ഓലപ്പം പോവാന്റെ എന്റെ ചങ്ങായിമാരെന്നെ കൂട്ടില്ലേ? സാറേ ഒന്നുമില്ല, ഒരു ചെറിയ റോബറി. കുത്തി പിടിച്ച്
സമീറ എനിക്ക് ഞാൻ ഉണ്ടടാ ഒപ്പം. അതുപോലെ ഇറങ്ങി Sniper. പോയിട്ട് ഞങ്ങൾ പിന്നെ വരാം. ഓക്കെ കേട്ടോ. സാറേ ഞാൻ ഒരു കാര്യം പറയട്ടെ സാറേ, ഞാൻ ഇതിലില്ല. ഒന്നാമത്തെ കാര്യം സാറേ, ഞാൻ ഇതിലില്ല സാറേ. ഇല്ല സാറില്ല. സാറേ, സാറേ. ഇല്ല സാറേ, വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് മാറി ചെറിയ ഞാനൊരു കാര്യം പറയട്ടെ, കാര്യം പറയട്ടെ. ആ ആ ഞാനുള്ള വണ്ടിക്കകത്ത് സാറിനെ അവിടെ ഒക്കത്തിരുത്തി കൊണ്ടുപോയി. ഒരു മിനിറ്റ്, ഒരു കാര്യം പറയട്ടെ പോലീസേ. പേടി കേട്ടോ സാറ് കേട്ടോ. പുള്ളി പറഞ്ഞോ. സാറേ ഞാനൊരു കാര്യം പറയട്ടെ. ഞാനും എന്റെ ഈ ചങ്ങായി ഉണ്ടല്ലോ, എന്റെ ഇപ്പൊ ഗൾഫിൽ നിന്ന് പൈസ അയച്ചപ്പോ അത് എടുക്കാൻ വന്നതാ. ഓനോല അങ്ങനെ അതെ ആക്കിയതാ. അതെ സാറേ, ഇവന്റെ ഉപ്പ ഗൾഫിൽ നിന്ന് പൈസ അയച്ചിട്ടുണ്ടായിരുന്നു. അത് വാങ്ങാൻ വേണ്ടിട്ട് നമ്മള് വന്നതാ സാറേ. ഞങ്ങള് വന്നതാ. നല്ലപോലെ വാങ്ങിയല്ലോ കാശ്. എത്ര രൂപ വാങ്ങി? ഇവരല്ല, ഇവരല്ല, ഞാനിതില് ഇവരല്ല. സാറേ ഞാൻ പറയുന്ന ഒന്ന് കേക്കോ പ്ലീസ്. ഇതിന്റെ ചങ്ങായിയാണ്, ഇതിന്റെ ചങ്ങായിയാണ്. പ്ലീസ് ഞാൻ ഒന്ന് പറയുന്ന ഒന്ന് കേക്ക് സാറേ, ഒന്ന് കേക്ക് പ്ലീസ്. സാറേ ഞാൻ ഒന്നാമത്തെ കാര്യം, ഞാൻ ഇതിൽ നിരപരാധിയാണ് സാറേ. എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ ഇവരെ കൂടെ വെറുതെ ചുമ്മാ വന്നതാണ്. ഞങ്ങൾക്ക് ഈ റോബറി എന്താന്നോ ഇതിനെ കുറിച്ച് എന്താന്നോ എനിക്ക് യാതൊരു അറിവില്ലാത്തൊരു ഐഡിയ ആണ് സാറേ. ഞാൻ എന്നെ ഒന്ന് വിശ്വസിക്കേ സാറേ. ഒരു കാര്യം പറയട്ടെ, ആദ്യം വണ്ടി കയറിയിരുന്ന ആരാണെന്ന് സാർ ഓർക്കുന്നുണ്ടോ? ആദ്യം അതിന്റെ വണ്ടിയാ, അതിന്റെ വണ്ടിയില് കയറിയതാ. ഞങ്ങൾ ഒപ്പല വന്നേ. എവിടെ? സാറ് ഹോസ്റ്റേജായി ഇരിക്കവേ പുള്ളി മറ്റേ റോബേഴ്സിനെയും വിളിച്ചുകൊണ്ട് വണ്ടിക്കകത്ത് കയറി ഡ്രൈവിംഗ് അല്ല സാറേ, അത് എന്റെ വണ്ടിയായിരുന്നു. അത് ഞാൻ വണ്ടി ഓടിച്ചു നോക്കാൻ വേണ്ടിട്ട് എടുത്തതാ. ഞങ്ങള് ഇപ്പൊ പൈസ എടുക്കാൻ വന്നാ. സാർ ഇത് എടുത്തേക്കാ പോന്ന്? നമ്മുടെ ജയിലിലോട്ട്. ഇന്ന ജയിലിലിടല്ല സാറേ ഞാനല്ല ഇതിന്റെ സൂത്രധാരൻ എന്ന് പറഞ്ഞാൽ സാറേ. ഞാൻ സത്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറയാം. നിക്ക് പുള്ളി സത്യങ്ങളെല്ലാം പറയാൻ തയ്യാറാണ്. ഈ വണ്ടി എന്തോടോ ഫുള്ള് കംപ്ലൈന്റ് ആണല്ലോ. സാറേ ഞാൻ സത്യങ്ങളെല്ലാം പറയാം. എന്നെ വെറുതെ ഞാൻ സത്യങ്ങൾ പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ സാറേ ഇത് ഞാനല്ല ഇതിന്റെ ആള്. ഇത് ഷെയ്ക്ക് ഓനാണ് ഇത് പ്ലാൻ ചെയ്ത്. ഓൻ പറഞ്ഞു ഗ്യാങ് എന്താന്ന് ബാങ്ക് കുത്തി പൊളിച്ചാൽ കുറെ പൈസ കിട്ടും, അതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും, കുറെ എന്തെല്ലോ വാങ്ങാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഓനാണ് സാറേ ഇത് ഇതാക്കിയത്. ഞാൻ ഇതില് നിരപരാധിയാണ്. പിന്നെ ഉസ്മാൻ എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഓനാണ് ഇതിന്റെ മെയിൻ തലവൻ സാറേ. ഉസ്മാൻ. പിന്നെ ബ്ലൈക്കുണ്ട്. ഉസ്മാന്റെ ഫുൾ നെയിം പറ. ഉസ്മാന്റെ ഫുൾ നെയിം വിളിക്കുന്നുണ്ടായിരുന്നല്ലോ. ഈ ലക്കി ഉസ്മാൻ ആണോ ആള്? അല്ല, ലക്കി ഉസ്മാൻ അല്ല. പിന്നെ ഇതെല്ലാം പറയുന്നതെല്ലാം ഞങ്ങൾ കേൾക്കുന്നുണ്ടെന്നുള്ളൊരു ബോധം വേണം. ഓക്കെ സാറേ പ്ലീസ്. ഇതൊക്കെ മാറ്റി പറയുമ്പോ തിരിച്ച് അതുപോലെ റിഫ്ലക്ട് ആയി കേസ് മുറുകുവേ. സാറേ എനിക്ക് ബാൻ കിട്ടോ? ബാന അവന്റെ സാധനം അല്ല, ആൾക്ക് ആരായിട്ട് ചോദിച്ചാ പറഞ്ഞു കൊടുക്ക്. സാറേ ഇപ്പൊ നിങ്ങൾ ഒരു ബാങ്ക് കൊള്ളയടിച്ചു. ഓക്കെ ബാങ്ക് കൊള്ളയടിച്ചു എന്ന് പറഞ്ഞാൽ സാറേ ഞാനല്ല കൊള്ളയടിച്ചത് സാറേ. പ്ലീസ് ഒന്ന് മനസ്സിലാക്ക്. അല്ല, ഞങ്ങൾ ഇപ്പാന്റെ പൈസ എടുക്കാൻ വന്നതല്ലേ, അങ്ങനെ ഞങ്ങൾ കൊള്ളടിച്ചാ. സാറ് മിണ്ടരുത്. സാറിനെയും കൂടെ പകർത്തെടുത്തരും. ഞാൻ പുള്ളിയെ തത്ത പറയുന്ന ഒരു തത്ത പറയിപ്പിക്കട്ടെ. സാർ ഇവിടെ വന്ന് കസേര ഇരുന്നേ. ഇനി വന്നേ. ഉള്ളിലോട്ട് വന്നേ. സാറേ മെയിൻ ആള് ഇവനാണ്. ഈ ഇപ്പം വന്നിട്ടില്ല, ഇവനാണ് ഈ പ്ലാന് മൊത്തം ചെയ്തത്. ഇവനാണ് ഇസ്മായിലോ. ഞാനോ? ഡോണ്ട് റിവീൽ. സാറേ കിട്ടിയിട്ടുണ്ട്. ഓക്കെ അപ്പം ഈ ഇസ്മായില് കള്ളനാണെന്നും കൂടെ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പറയുന്നത് കൂടെ ഉള്ള ആളുടെ പേരും കിട്ടിയിട്ടുണ്ട്. ഷമീർ എന്നാണ് പേര്. ഈ മറ്റേ മങ്കി മാസ്ക് ഇട്ടില്ലേ, അതിന്റെ പേര് ഷമീർ എന്നാണ്. ഷമീർ എന്നല്ല സാറേ, എന്റെ പേര് ഷുക്കൂറാണ്. അത് കുഴപ്പമില്ല, പുള്ളി പൊളിച്ചിട്ടുണ്ട് നല്ല നീറ്റായിട്ട്. ആരാ വിളിച്ചേ? സാറേ എന്റെ പേര് ഷുക്കൂർ എന്നാ, എന്റെ പേര് ഷമീർ എന്നല്ല സാറേ. നമുക്ക് നോക്കാം, നിങ്ങൾ ചെക്ക് ചെയ്യ്. പറ നിന്റെ പേരെന്താ? എന്താ വർത്താനം എന്റെ? നിന്റെ പേരെന്താ? ഇനി ഇസ്മായില്, ഇനി പേര് മാറ്റി വിളിച്ചു കഴിഞ്ഞാൽ ഇസ്മായില് ഷുക്കൂറാക്കും. വലിച്ചൂരി ഒമ്മാരെ കാര്യം കൊണ്ട് തോറ്റ്. ഡോണ്ട് റിവീൽ. സാറേ എന്റെ പേര് ഷുക്കൂർ എന്നാന്നേ. ഡോണ്ട് റിവീൽ എല്. സാർ എനിക്ക് ലോയറിനെ വേണം. ലോയറിനെ വിളിച്ചോ? ലോയറിനെ വിളിക്കട്ടെ ഞാന്. ലോയറിനെ വിളിക്കടാ. ഒന്നാമത്തെ കേസ് ആ ലോയർ വരുന്ന. സാറേ എനിക്ക് വെള്ളമില്ല. ഞാൻ ഇപ്പം മരിക്കൂ സാറേ. അതൊക്കെ തരാം. സാർ ലോയറിനെ വിളിച്ചോ? ഞാൻ പറയുന്ന എന്താ മനസ്സിലാവുന്നില്ല.
ഇതില്ല, ഞാൻ വീണ്ടും എടുത്ത് വിളിച്ചത്. Certified സാറേ, സാറിന് അതാണ് സെർച്ച് ചെയ്യണേ. ഒരു ID. ഇൻവെർട്ടർ കയ്യില് വെച്ചൂടെ പോലീസ് സാധനങ്ങൾ സ്റ്റേഷനില്. കൂടുതലാണെന്നാണ് തോന്നുന്നത്. കൈയൊന്ന് പൊക്കിക്കേ സാറ്. ഞാൻ എന്താ ചെയ്തത് എനിക്ക് സാർ, മനസ്സിലായില്ല. റൈസ് യുവർ ഹാൻഡ്സ്. ആ ഓക്കെ. റൈസ് യുവർ ഇത് ഹാൻഡ്സ്. എന്റെ ഞാൻ എന്റെ ചെയ്യട്ടെ. അല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ കഫ് ചെയ്തിട്ട് ഞാൻ നോക്കിക്കോളാം. കറണ്ട് വന്ന് മാങ്ങാത്തൊരു. ഓക്കെ ഓക്കെ എടാ ടോർച്ച് ഓഫ് ചെയ്യടാ. ഓക്കെ എന്നാ പിന്നെ എന്റെ ചെയ്യാം. ഇങ്ങോട്ട് നീക്കി ഇറക്കട്ടെ. അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടൊന്ന് ആരെങ്കിലും ഇറക്കി എടുത്തോണ്ടോ വേണ്ടി വരും. സാറിനെ ഞാൻ സെർച്ച് ചെയ്യാണ്. ഓക്കെ, ആ സാറ് റാങ്ക് കൊള്ളയടിച്ചിട്ടില്ല എന്നല്ലേ പറഞ്ഞേ? ഒന്നും എടുക്കല്ല, ഓൻ ചങ്ങായിയാണ്, ഒന്നും എടുക്കല്ല. ആ, ഒന്നും എടുക്കല്ല. സാറേ, ഒരു കാര്യം ചോദിക്കട്ടെ. ആ ഈ ചോദിക്കേ. ഗോൾഡ് ബാർ എവിടെന്നാ സാറിന്? ഗോൾഡ് അത് ഭീമ ജ്വല്ലറി മേടിച്ചത്. അല്ല 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 അതെന്റെ ഗേൾ ഫ്രണ്ട് എനിക്ക് തന്നായിരുന്നു ഓളെ Okay. കല്യാണത്തിന് കൊടുക്കാൻ വേണ്ടിട്ട്. രണ്ട് ഉത്തരം ഒരു ചോദ്യത്തിന്. അല്ലല്ല അത് Okay. ഭീമ ജ്വല്ലറിന്ന് അവള് മേടിച്ചായിരുന്നു സാറേ. ആ സാർ അതിന്റെ ബില്ല് ഒന്ന് കൊണ്ട് കാണിക്കാം. ഓക്കെ, ബില്ല് 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 കാണാതായി സാറേ, ബില്ല് കാണാതായി സാറേ. ഓക്കെ, അതിന്റെ ബില്ല് ഒന്ന് കൊണ്ട് കാണിക്കുക. ഓക്കെ, ഉം. പിന്നെ സാറേ, ഈ കാശ് എന്താണ്? രണ്ട് സ്പ്ലിറ്റ് ഒരു 87,61,500 രൂപയും ഒരു 1,53,000 രൂപയും രണ്ടും. അല്ല സോറി, എണ്ണാനും അറിയാത്ത പോലീസാ. അന ഡ്യൂട്ടിന്ന് ഒഴിവാക്കട്ടെ, പറട്ടെ. Don't reveal ആ state. സാറിന്റെ ഡ്യൂട്ടിയിൽ നിന്നും കൂടെ ഒഴിവാക്കും. ഒരു മിനിറ്റ്, എവിടെ ഇനി വാ. ആ, ഹലോ L chat. എനിക്ക് ഇത് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെന്താ നിങ്ങൾ പറയുന്നത്? ഇതെന്താ സംഭവം? സമീറ, ആ വീണ്ടും വിളിച്ച്. താങ്ക് യു, കൺഫേംഡ്. ഈ നായിന്റെ മക്കളെ അല്ല, കൊണ്ട് സുക്കൂറെ. കളിക്കാനും പറ്റുന്നില്ല. ഹലോ ആ സാറേ. ആ പറ. സുഹൃത്തുണ്ടല്ലോ, ആ ഞാൻ ആദ്യം വെള്ളം തരാം, അത് കുടിക്കും. ആ. വെള്ളം ഇരിക്കില്ലേ കയ്യില്? അതൊക്കെ സാറേ കുടിച്ചാ എടുക്കാൻ പോരെ. പറ്റുന്നില്ല സാറേ. എന്നെ ഈ ഹാൻഡ് കഫ് ഒന്ന് വിട്. ആ അതിന് മുന്നേറ്റ് ഈ കാശിന്റെ ഒരു സോഴ്സ് എവിടെ നിന്ന് കണ്ടിട്ട് എവിടെ പിന്നെ സാറിന്റെ ഈ കണ്ട്. ഓക്കെ, ഓക്കെ വിട് വിട് വിട്. ആ എന്നെന്താ ചെയ്യണ്ടേ? ഞാൻ എന്താ ചെയ്യണ്ടേ? വെള്ളം കുടിക്കും സാറ് ഫസ്റ്റ്. ആ ഓക്കെ. ആ ഓ കിട്ടിയോ? അവിടേക്ക് കുറച്ചും കൂടി കുടിക്കട്ടെ. ഓക്കെ, ഒരു മിനിറ്റ്. ആ ഓക്കെ ഒരു മിനിറ്റ്. ആ കിട്ടിയോ? ആ മാസ്ക് ഒന്ന് ഒരിക്കേ, മാസ്ക് ഒന്ന് ഒരിക്കേ. മാസ്ക് സാറേ എന്റെ റിയൽ ഫേസ് ഇതാണ്. അതിപ്പം വിളിച്ചപ്പോ എനിക്ക് മനസ്സിലായി. ഒരിക്കും എന്തൂരാൻ ഒരിക്കാം മാസ്ക്. സാറ് മാസ്ക് ഊരാൻ പറ്റൂല. മാസ്ക് ഊരാൻ പറ്റൂലെന്നാ? അല്ല സാറേ മാസ്ക് സാറേ കൊല്ലും, എന്തിനാ എന്നെ സാറേ ഒരു കൊല്ലും. സീന് വെറുതെ? സാറേ മാസ്ക് ഊരിക്കേ. സാറേ ഇത് കണ്ണൂർ ആണ്. കസ്റ്റഡി സാറേ, യു ആർ അണ്ടർ PD's കസ്റ്റഡി. ഓക്കെ സാറേ പ്ലീസ് സാറേ പ്ലീസ് സാറേ, എന്തെങ്കിലും ഊര്. ചെയ്യണ്ട സാറേ. കൈക്കൂലി തരാം ആ സാറേ. വഴിയൊക്കെ നമുക്ക് ഉണ്ടാക്കാം. കൈക്കൂലി തരാം സാറേ. കൈക്കൂലി തരാം. കൈക്കൂലി തരാം. ഓക്കെ സാർ, ഓക്കെ. എത്ര കിട്ടും സാറേ? മാസ്ക് ഒന്ന് ഊരേ. സാറേ, മാസ്ക് ഒരു ഊരാൻ 10 ലക്ഷം കൈക്കൂലി തരാം. നാളെ എങ്ങനെ തിരിച്ചറിയും? സാറിന് പുറത്തു മാസ്ക് ഊരണോ സാറേ? മാസ്ക് ആ ഒരിക്കാണ്ട് കൈക്കൂലിയാണ്ട് കൊടുക്ക്. എന്തൊരു സാറേ, ചാറ്റാടാ മാസ്ക് നിങ്ങള്. ഹലോ ആ സാറേ, മാസ്ക് റിമൂവ് ചെയ്യേ. മാസ്ക് റിമൂവ് ചെയ്യണോ? ആ ഓക്കെ സാറേ, ഓക്കെ ഞാൻ mask റിമൂവ് remove ചെയ്യാം. ആ മാസ്ക് ഇത് എങ്ങനെ റിമൂവ് ചെയ്യില്ല എനിക്കറിയില്ല. അത് സാറേ, വൈ മസിൽ പ്രസ് ചെയ്തിട്ട് അവിടെ ഒരു കണ്ണിന്റെ സാധനം കണ്ടില്ലേ? അതിലൊന്നും ഇങ്ങനെ തൊട്ടാ മതി. ആ ആ ഇതാ? അത്രേ ഉള്ളൂ. ഇതാണ് സാറേ. ഇനി പേര് പറ. എന്റെ പേര് ശുക്കൂർ കറക്റ്റ് ആയിട്ടുള്ള പേര് പറ. ഷമീർ. ആ നല്ല കുട്ടി. ഓക്കെ, അപ്പൊ ഷമീർ സാറേ, ആ. എന്താ പരിപാടി? പരിപാടി എന്ന് പറയാൻ സാറേ കുറച്ച് പൈസക്ക് ആവശ്യം വന്നു. ആ. അപ്പൊ ഞാനും എന്റെ ഫ്രണ്ട്സും കൂടിയിട്ട് ഒരു പ്ലാൻ ഇട്ടു. എന്ത് ബാങ്ക് റോബറി ചെയ്യാം. ഓക്കെ, ആ അതില് മെയിൻ ആള് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ. ഇവനാണ് ഇസ്മായില്. ഓക്കെ, അപ്പൊ പൂട്ടിയതിന് കുഴപ്പമില്ല. ആ ആ. ബാക്കി അപ്പൊ ഇസ്മായിലിനെ ജയിലിലിട്ടോ അന്നെങ്ങനെങ്കിലും ഇതിൽ നിന്ന് പുറത്ത് നിർത്തിക്കണം. അവൻ ക്രാഷായി. ആ ഓക്കെ. ആ അപ്പൊ ഞാൻ ഇതില് എനിക്ക് അത്ര പ്രത്യേകിച്ച് വലിയ ഇതില്ല. ആ. ഇത് ഞാൻ ആൾക്കാരെല്ലാരെയും പറഞ്ഞുതരാം. പക്ഷെ സാർ എന്നെ കൺസിഡർ ചെയ്യണം. എന്നെ വെറുതെ വിടണം. ഓ വെറുതെ വിടാലോ. ഞാന് Consider ചെയ്യാലോ. ഷെയ്ക്ക് പിന്നെ ബ്ലേക്ക്
പിന്നെ ഇസ്മായിലാണ് ഇതിന്റെ മെയിൻ ആള് സാറേ. ഇസ്മായിലും ഉസ്മാനും ഇവർ രണ്ടാളുമാണ് ഇതിന്റെ മെയിൻ ആൾക്കാർ. ഈ ഉസ്മാന്റെ ഒക്കെ ഫുൾ നെയിം എന്താ? ഉസ്മാന്റെ ഫുൾ നെയിം ലക്കി ഉസ്മാൻ. ഇവിടെ മുതുക്കിൽ അധികം അവനെ കാണാം, മുതുക്കിൽ അധികം ഉണ്ടാവും. ഏത് ഷെയ്ക്കാണ്? ഇവിടെ ഒരുപാട് ഷെയ്ക്കന്മാരുണ്ട്. ഷെയ്ക്ക് ആ വലിയ പൈസക്കാരനായിട്ടുള്ള ഒരു ഷെയ്ക്കില്ലേ, ഓനാണ് ഇതിന്റെ മെയിൻ ആയിട്ട് തന്നെ ഇതാക്കിയത്, പ്രേരിപ്പിച്ചത്. എനിക്ക് ഇതിനെ കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല സാറേ. ഞാൻ ഇതെന്താ ഈ സംഭവം എന്താന്ന് എനിക്ക് അധികം വലിയ അറിവില്ലായിരുന്നു. ഇതെന്താ സംഭവം, ഈ റോബറി എന്താ? ഞാൻ ചോദിച്ചു അവനോട്, എന്തിനാടാ വെറുതെ നമ്മൾ ബാങ്ക് റോബറി ചെയ്യുന്നത്? അത് പാവപ്പെട്ടവർ അവരുടെ ജീവിതം അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നവരല്ലേ, ബാങ്കിലുള്ള ഉദ്യോഗസ്ഥരും ആൾക്കാരും, നമ്മളെന്തിനാ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. സാറേ കേൾക്കുന്നുണ്ടോ? ഹലോ കേൾക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു, എന്തിനാ അവർ നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരല്ലേ, വെറുതെ എന്തിനാ പണി കൊടുക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ പറഞ്ഞു, ഇതെല്ലാം കള്ളപ്പണാണ്, ഇത് ഇവർ ആർക്കും കൊടുക്കാണ്ട് പൂത്തി വെക്കുന്ന പൈസ, ഇത് നമുക്ക് എടുക്കാന്ന്. ഇത് ബ്ലേക്കാണ് ഇത് പറഞ്ഞത്. ഞാൻ ഒരു പരിപാടി ഒന്ന് ഒപ്പിച്ചിട്ടുണ്ട്. ഒരു 2 മിനിറ്റ്സ്. ഇസ്മായിലും ഉസ്മാനും ഇതിൽ മെയിൻ റോൾ ഉണ്ട്. അന്നെ മാത്രം ഇടരുത്, അവരെയും കൂടി എന്തായാലും ഇടണം. ജയിലിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ 3 പേരും പോകണം. പക്ഷെ അന്നെ പറ്റുമെങ്കിൽ സാറൊന്ന് ഒഴിവാക്കിത്താ സാറേ. ഇതിപ്പോ നമ്മളിപ്പം ഇപ്പൊ പറഞ്ഞില്ലേ, വന്ന് കയറിയപ്പോ തന്നെ ഷമീർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷമീർ ഇതിനകത്തില്ല, ഓക്കെ, ഷമീർ ഇതിനകത്തില്ല, ഓക്കെ, ഷമീർ ഇതിനകത്തില്ല, ഷമീർ നിരപരാധിയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഓക്കെ, പിന്നെ പറഞ്ഞു ഷമീർ ആ വ്യക്തിയും കൂടെ, ഇസ്മായിൽ എന്ന് പറയുന്ന വ്യക്തിയും കൂടെ വാപ്പാരെയോ ആരെയോ കാശ് എടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഒരു കഥ. ഇപ്പൊ മൂന്നാമത്തെ ഒരു കഥ പറയുന്നു, ഈ ബ്ലേക്കും ഷെയ്ക്കും മറ്റുമൊക്കെയാണ് കൂട്ടുപ്രതി എന്ന് പറയുന്നത്. ഞാനിപ്പോ ഏതാ വിശ്വസിക്കുക? ലാസ്റ്റ് പറഞ്ഞത് വിശ്വസിക്കുക സാറേ, ലാസ്റ്റ് പറഞ്ഞത്. ഇപ്പൊ ഈ ഷെയ്ക്കിനെയും കൂടെ നമ്മളൊന്ന് ഇന്ററോഗേറ്റ് ചെയ്യട്ടെ, വിളിച്ചു നോക്കട്ടെ ഷെയ്ക്കിനെ പറ്റുമൊക്കെ. പിന്നെ എവിടെയായിരുന്നു ആക്ച്വലി എന്തെങ്കിലും കുഴപ്പങ്ങൾ? എന്താ സാറേ, ഇതിന് മുന്നേ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ആക്സിഡന്റ്സോ സംതിങ് എന്തെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഉണ്ടായിട്ടുണ്ടോ? ആക്സിഡന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു അതിന് മുന്നേ ഒക്കെ ആയിട്ട്? ഇല്ല, ഹോസ്പിറ്റലൊന്നും ഞാൻ ഇതുവരെ പോയിട്ടില്ല. അല്ല, ഈ ഓർമ്മശക്തിക്കോ അങ്ങനെ എന്തെങ്കിലും കുഴപ്പങ്ങളോ സംതിങ്ങിനും? ആയിരിക്കും എനിക്കോ? ഇല്ല, ഓർമ്മശക്തിക്ക് സാറേ എനിക്ക് ബുദ്ധിയില്ല. അതെനിക്ക് അല്ലേലും മനസ്സിലായി, കുഴപ്പമില്ല. അല്ല അങ്ങനല്ല, എനിക്ക് ഓർമ്മശക്തി ഇല്ല. ഞാൻ ഈ പറഞ്ഞതല്ല കള്ള, എനിക്ക് ഓർമ്മശക്തി ഇല്ല. അതൊരു വലിയ കള്ളോ. പിസ്റ്റൺ, ഷെയ്ക്ക്, ബ്ലേക്ക്, ഉസ്മാൻ ഇവര് 3 പേരുണ്ടെങ്കിൽ അവരെത്തിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, അപ്പൊ പീഡിയിലൊന്നും വന്നേക്കാം, പീഡിക്കത്തോട്ട്. ഇതെന്താ ഈ ചാറ്റ് എന്താ ഇങ്ങനെ പറയുന്നത്? എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. സാറേ ഞാൻ പറയട്ടെ, ഞങ്ങക്ക് ഓർമ്മശക്തി ഇല്ല സാറേ. ഞാൻ ഇപ്പൊ പറഞ്ഞതൊക്കെ കള്ള. ഇവരൊന്നും എനിക്ക് അറിയില്ല സാറേ. ഒരു മിനിറ്റ്. അല്ല എടാ, ഷെയ്ക്കിനെ ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് രക്ഷപ്പെടാ. അയ്യോ